ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് മടി എന്ന് പറഞ്ഞ മടിയാണ് കേട്ടോ. അത്രയും ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഐഷാസ് കിച്ചണിൽ നോക്കിയിട്ടാണ് ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയത്. വളരെ നല്ല ഒരു എന്താ പറയുക റെസിപ്പിയായിരുന്നു, അടിപൊളിയായിട്ട് കഴിച്ചെല്ലാവരും. അപ്പോൾ അതിലേക്ക് 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഗാർലിക്കും ജിഞ്ചറും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് വെക്കുന്നവർക്ക് വെക്കാം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് അങ്ങനെ വെക്കുന്നില്ല. അപ്പോൾ 2 സ്പൂൺ കോൺ പൗഡറും 2 സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് ഗാർലിക് ചിക്കൻ. അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ബട്ടൂര, പൂരി, ചപ്പാത്തി ഇതിനൊക്കെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കിപ്പോൾ പെട്ടെന്ന് എല്ലാവരും ചിക്കൻ കറി അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഉണ്ടാക്കി നോക്കാവുന്നതാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ മാരിനേറ്റ് അത്ര ഒരു 5 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ടാവും. പിന്നെ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് പാനിൽ ഇട്ട് കൊടുക്കാം. ചൂടെണ്ണയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പൊരിച്ചെടുത്തിട്ട് വരാം. ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 2 സ്പൂണ് കോൺ പൗഡർ എടുത്തിട്ടുണ്ട്. അതിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അത് വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. അത് നമുക്കൊരു ഗ്രേവി വേണമല്ലോ ഗാർലിക് ചിക്കൻ. അതിന് വേണ്ടിയിട്ടാണ് ഇത് 2 സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്രൈ ചെയ്ത എണ്ണ ഒരു 4-5 സ്പൂൺ എണ്ണ ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടെങ്കിൽ മതിയാവും. അതെടുത്തിട്ട് അതിലേക്ക് സ്പ്രിംഗ് ഓണിയനും പിന്നെ ഗാർലിക് നന്നായി കുനുകുനാ അരിഞ്ഞ ഗാർലിക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലി ഒരു വലിയ സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഒരു കളറും കിട്ടും. ഒരു നല്ല എന്താ പറയുക നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് അതിനൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെന്താ ഇതൊക്കെയാണ്. ഇനി ഞങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺ പൗഡറിൻ്റെ മിക്സ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണാണ് 1 ഗ്ലാസ് വെള്ളത്തിൽ. അതൊന്ന് കലക്കിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 മഗ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് 2 കിലോ ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് സോസ്, ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട സാധനങ്ങളൊന്ന് പറഞ്ഞു തരാം കേട്ടോ. നല്ലൊരു തിക്കായിട്ടുണ്ട് ഗ്രേവി. ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് വിനീഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഇട്ടിട്ടുള്ളൊരു 1/2 സ്പൂണ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതും കൂടി ആഡ് ചെയ്യാം. കുറച്ച് പിഞ്ച് ഉപ്പ്, നമ്മുടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുനുകുനാ അരിഞ്ഞ സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം ലാസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണ് കേട്ടോ. തള വരുന്നുണ്ട്. ഇതിലേക്ക് ബാക്കി വെച്ച ക്യാപ്സിക്കം കൂടി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി എന്താ പറയുക, നല്ല കിടിലൻ ടേസ്റ്റാണ്. ചപ്പാത്തി, പൂരി ഇതിലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു ഉണ്ടാക്കിയിട്ട് കൊടുത്തപ്പോൾ. അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സായിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് നമ്മുടെ ഗ്രേവിയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. എന്താ പറയുക, കുറച്ചും കൂടി ഇങ്ങനെ തിള വരുമ്പോൾ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളി നമ്മുടെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക. ഇതുപോലെ പുതിയ വീഡിയോസ് നിങ്ങൾ വേണമെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. മസ്റ്റ് ട്രൈ ആണ്, അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ പൂരി, ഭട്ടൂര, പിന്നെ ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് സോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും എല്ലാം മുതിർന്നവർക്കും എല്ലാവർക്കും നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു ഓൾ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക. ഓക്കെ, ബൈ.